നമസ്തേ. ഇന്ന് 10ാമത് വിശ്വയോഗ ദിനമാണ്. ഈ യോഗദിനത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ഊന്നൽ എന്ന് പറയുന്നത്, അതായത് ആയുഷ് മന്ത്രാലയം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വ്യക്തിക്കും സമൂഹത്തിനും യോഗ എന്നുള്ളതാണ്. അതായത് വ്യക്തിയുടെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും യോഗ സാധന ഗുണകരമാണ്, ഫലപ്രദമാണ് എന്നുള്ളതാണ്. സംഗച്ഛധ്വം സംവദധ്വം സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ संजानाना उपासते संजानाना उपासते संजानाना उपासते संजानाना उपासते संजानाना उपासते संजानाना उपासते. സ്കന്ധചക്രം. നേരെ നിവർന്നു നിൽക്കുക. ഇടതു കൈവിരലുകൾ ഇടതു ചുമലിൽ വയ്ക്കുക. അതേപോലെ വലതു കൈവിരലുകൾ വലതു ചുമലിലും വയ്ക്കുക. കൈമുട്ടുകൾ രണ്ടും വൃത്താകൃതിയിൽ കറക്കുക. കൈമുട്ട് മുന്നോട്ട് കറക്കിക്കൊണ്ട് വക്ഷപ്രദേശത്ത് സ്പർശിക്കാൻ ശ്രമിക്കുക. കൈമുട്ടുകൾ ചുറ്റിക്കുമ്പോൾ അത് ചെവിക്ക് സമീപം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതേപോലെ വിപരീത ദിശയിൽ ഭുജങ്ങൾ വലിച്ചു ചുറ്റിക്കുക. ഈ വേളയിൽ ഭുജങ്ങൾ ശരീരത്തിൽ സ്പർശിക്കുവാൻ ശ്രമിക്കുക. ഈ ക്രിയ വലതുനിന്ന് ഇടത്തോട്ടും ഇടതുനിന്ന് വലത്തോട്ടും 5 തവണ ആവർത്തിക്കുക. ഈ ക്രിയ അഭ്യസിച്ചാൽ എല്ലുകൾക്കും മാംസപേശികൾക്കും സ്കന്ധപ്രദേശത്തിലെ ഞരമ്പുകൾക്കും ആരോഗ്യമുണ്ടാകുന്നു. ഈ അഭ്യാസം കഴുത്തിൻ്റെ, നട്ടെല്ലിൻ്റെ സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് രോഗം അകറ്റുവാൻ സഹായകമാണ്. ഉടൽ തിരിക്കുക. കാലുകൾ തമ്മിൽ 2 അടി അകത്തി വയ്ക്കുക. കൈകൾ രണ്ടും നെഞ്ചിൻ്റെ ഉയരത്തിൽ, കൈവെള്ള രണ്ടും അഭിമുഖമായി വരത്തക്ക വിധത്തിൽ ഉയർത്തിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം ഇടത്തെ കൈവെള്ള വലതു തോളിൽ സ്പർശിക്കുന്ന വിധത്തിൽ വലത്തോട്ട് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരിക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലത്തെ കൈവെള്ള ഇടതു തോളിൽ സ്പർശിക്കുന്ന വിധത്തിൽ ഇടത്തോട്ട് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ വരിക. ഇത് ആവർത്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം ചെയ്യുക. നട്ടെല്ല്, ഡിസ്ക് സംബന്ധമായ പ്രശ്നമുള്ളവരും മാസമുറയുള്ളപ്പോഴും ഈ വ്യായാമം ചെയ്യരുത്. നിൽക്കുന്ന മുദ്രയിൽ വിശ്രമിക്കുക. മുട്ടുകൾ ചലിപ്പിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗങ്ങൾ തോൾ വരെ ഉയർത്തുക. ശ്വാസം വിടുക. മുട്ടുകൾ മടക്കി ശരീരത്തെ ശൂന്യമുദ്രയിൽ താഴേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നേരെയാക്കുക. ഇത് 2 തവണ ആവർത്തിക്കുക. ഈ വ്യായാമം കൊണ്ട് മുട്ടിൻ്റെയും ഇടുപ്പിൻ്റെയും സന്ധികൾ ബലപ്പെടുന്നു. അക്യൂട്ട് ആർത്രൈറ്റിസിൻ്റെ പ്രശ്നമുള്ളവർ ഈ വ്യായാമം ചെയ്യരുത്. കൈകൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ശ്വാസം വിടുക. വരൂ, ഇനി യോഗാസനത്തിലേക്ക് നീങ്ങാം. താടാസനം. താട് ഒരു വൃക്ഷത്തിൻ്റെ പേരാണ്. കാലുകൾ തമ്മിൽ 2 ഇഞ്ചിൻ്റെ അകലം വയ്ക്കുക. വിരലുകൾ ചേർത്ത് വച്ച് കൈക്കുഴ വെളിയിലേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഭുജംഗങ്ങൾ മുകളിലേക്ക് ഉയർത്തി തോളുകൾക്ക് നേരെ കൊണ്ടുവരിക. ഉപ്പൂറ്റി ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി പെരുവിരലിൽ കുത്തി നിൽക്കുക. ഈ സ്ഥിതിയിൽ 10-15 സെക്കൻഡ് നിൽക്കുക. ഈ ആസനം ശരീരത്തിന് ബലം നൽകുന്നു. നട്ടെല്ലുമായി ബന്ധപ്പെട്ട ഞരമ്പുകളുടെ സാന്ദ്രത ശരിയാക്കുവാൻ സഹായിക്കുന്നു. തെറ്റായ മുദ്രകൾ ശരിയാക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട്
ഉപ്പൂറ്റി താഴേക്ക് കൊണ്ടുവരിക. വിരലുകൾ അയയ്ക്കുക. കൈകൾ ഉടലിന് സമാന്തരമായി താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിൽക്കുന്ന മുദ്രയിൽ തിരികെ വരിക. വൃക്ഷാസനം. വൃക്ഷ് എന്നുവെച്ചാൽ മരം. പാദങ്ങൾ പരസ്പരം 2 ഇഞ്ച് അകലത്തിൽ ഉറച്ചു നിൽക്കുക. മുൻപിലുള്ള ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് വലതുകാല് മടക്കി പാദം ഇടതു തുടയുടെ മധ്യത്തിൽ വയ്ക്കുക. അഭ്യാസം ചെയ്യുമ്പോൾ ഉപ്പൂറ്റി മൂലാധാരത്തിൽ ചേർന്നിരിക്കണം. ശ്വാസം ഉള്ളിലേക്കെടുക്കുക. കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈവെള്ളകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഈ സ്ഥിതിയിൽ 10-15 സെക്കൻഡ് നേരം തുടർന്ന് സാധാരണ പോലെ ശ്വാസമെടുക്കുക. ഇതുമൂലം ഞരമ്പുകളും മാംസപേശികളും തമ്മിലുള്ള സമന്വയം മികവുറ്റതാകുന്നു. ബലവും ഏകാഗ്രതയും വർദ്ധിക്കുന്നു. ആർത്രൈറ്റിസും അമിതവണ്ണവുമുള്ളവർ ഈ അഭ്യാസം ചെയ്യരുത്. ശ്വാസം വിടുക. എന്നിട്ട് കൈകളും വലതുകാലും താഴേക്ക് കൊണ്ടുവരിക. ആസനം ആവർത്തിക്കുക. ഈ ആസനം ഇടതുകാലുകൊണ്ടും അഭ്യസിക്കുക. ഇടതുകാൽ മടക്കി പാദം വലതു തുടയുടെ മധ്യത്തിൽ വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കൈകൾ മുകളിലേക്ക് ഉയർത്തി കൈവെള്ളകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. പാദഹസ്താസനം. പാദം എന്നുവെച്ചാൽ കാല്, ഹസ്തം എന്നുവെച്ചാൽ കയ്യ്. സാവകാശം ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. ശരീരം ഉടലിൽ നിന്ന് മുകളിലേക്ക് വലിച്ചു പിടിക്കുക. ശരീരം വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ് കൈവെള്ള നിലത്ത് സ്പർശിക്കുക. ഈ അവസ്ഥയിൽ 10 മുതൽ 30 സെക്കൻഡ് നേരം വരെ തുടരുക. നടുവേദനയുടെ പ്രശ്നമുള്ളവർ തങ്ങളുടെ ശേഷി അനുസരിച്ച് മാത്രം കുനിയുക. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവകാശം നേരെ നിവർന്നു നിന്നുകൊണ്ട് കൈകൾ ശിരസിന് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം ഈ ക്രിയ വിപരീത ക്രമത്തിൽ ചെയ്തുകൊണ്ട് പ്രാരംഭാവസ്ഥയിലേക്ക് വരിക. വിശ്രമിക്കുക. അർദ്ധചക്രാസനം. ഇരു കൈകൾ കൊണ്ടും ഇടുപ്പ് താങ്ങിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് പിന്നിലേക്ക് വളയ്ക്കുക. കഴുത്തിൻ്റെ മാംസപേശികൾ വലിക്കുക. നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്തേക്ക് ആയി പിന്നിലേക്ക് വളയുക. സാധാരണ ശ്വാസം എടുത്തുകൊണ്ട് വിശ്രമിക്കുക. ഈ സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ തുടരുക. അർദ്ധചക്രാസനം നട്ടെല്ല് ഫ്ലെക്സിബിളാക്കുന്നു. നട്ടെല്ലിലെ ഞരമ്പുകൾക്ക് ബലം പകരുന്നു. ശ്വാസമെടുക്കാനുള്ള ശക്തി മികവുറ്റതാക്കുന്നു. ശ്വാസമെടുത്തുകൊണ്ട് ക്രമേണ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിട്ട് വിശ്രമിക്കുക. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ സാവകാശം വേണം കുനിയുവാൻ. ത്രികോണാസനം. ത്രികോണം എന്നതിനർത്ഥം ത്രിഭുജം. കാലുകൾ രണ്ടും പരസ്പരം സൗകര്യപ്രദമായ രീതിയിൽ വച്ച് നിവർന്നു നിൽക്കുക. കൈകൾ സാവകാശം ഇരുവശങ്ങളിലേക്കുമായി ഉയർത്തിപ്പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം വലതുവശത്തേക്ക് കുനിഞ്ഞ് വലത് കൈയ്യ് വലത് കാലിന് പിന്നിലായി വയ്ക്കുക. ഇടതു കൈയ്യ് വലത് കൈയുമായി നേർരേഖയിൽ വരത്തക്കവണ്ണം പിടിക്കുക. സാധാരണ പോലെ ശ്വാസം എടുത്തുകൊണ്ട് ഈ സ്ഥിതിയിൽ 10 മുതൽ 30 സെക്കൻഡ് നേരം വരെ നിൽക്കുക. ഇത് പരന്ന കാൽപ്പത്തി തടയുന്നു. കണങ്കാൽ, തുട, ഇടുപ്പിലെ മാംസപേശികൾ എന്നിവയ്ക്ക് കരുത്ത് പ്രദാനം ചെയ്യുന്നു. നട്ടെല്ല് അയവുള്ളതാക്കി തീർക്കുന്നു. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് സാവകാശം പൂർവ്വസ്ഥിതിയിൽ വരിക. ഇടതുവശത്തേക്കും ഇതേപോലെ തുടരുക. സ്ലിപ്പ് ഡിസ്കും ഷിയാറ്റിക്കയുമുള്ളവരും ഉദര ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരും ഈ ആസനം ചെയ്യരുത്. അവരവരുടെ ശാരീരിക പരിധിക്ക് പുറത്തു പോകരുത്.